നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ഒരു ബില്ലി അറക്കൽ. ഈ ചേട്ടൻ ഈ 2020 എന്താണ് ചുമതല? 2020 വൈപ്പിൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പോ ചേട്ടാ ഈ മുനമ്പത്ത് 2020 ഒരു 610 കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം നടത്തിയാണല്ലോ. ഈ മുനമ്പത്ത് വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇപ്പോഴും മാത്രമല്ല, ഞങ്ങളിപ്പോ ഈ പള്ളിയിൽ സമരം നടത്തിയിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 2025 ജൂലൈ മാസം 14-ാം തീയതി ഞങ്ങൾ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തിയിട്ട് ഞങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നതാണ്. ഇപ്പോൾ മാത്രമല്ല, പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ചീഫ് കോർഡിനേറ്റർ സാബും ജേക്കബ് സാറ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന 610 കുടുംബങ്ങൾക്ക്, ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ഈ ഒരു പ്രദേശത്തുള്ള ഈ 610 കുടുംബങ്ങൾക്ക് അവർക്ക് ഒരു സഹായം എന്നുള്ള നിലയ്ക്ക്, ഇതിന് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ല, ഇവിടെ ദുരിതമനുഭവിക്കുന്ന ആ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടൊരു സഹായം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയും പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ടും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ അതിവിടെ സാർത്ഥകമായി ആക്കുന്നു ഞങ്ങൾ എന്നാണ് എന്നർത്ഥം. ചേട്ടാ ഇപ്പോ ഈ 2020 NDAയുടെ ഭാഗമായിരിക്കാണല്ലോ, BJPയുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ മുനമ്പ സമരം തുടങ്ങിയ സമയം മുതൽക്ക് തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ട് കൂടുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. അപ്പോ ഈ BJPയോട് ഇപ്പോ ഈ നാട്ടിലുള്ള പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു ആദ്യത്തെ ഒരു വർഗീയ മനോഭാവം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ ഈ പള്ളി കോമ്പൗണ്ടിൽ ഇരുന്ന സമരം, ഈ സമരം ഇങ്ങോട്ട് പുറത്തേക്ക് മാറി ഇപ്പൊ ഇവിടെ ഒരു ഷെഡ് കെട്ടി ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. കാരണം അതിന് ഒരുപാട് രാഷ്ട്രീയ തലങ്ങളുണ്ട്. തീർച്ചയായിട്ടും വഖഫ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുടിയിറക്കപ്പെട്ട ഏതൊരു മനുഷ്യനും നീതി ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഞങ്ങൾക്കുണ്ട്. അത് 2020 മാത്രമല്ല, NDAയുടെ ഭാഗമായ ഈ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും അവശത അനുഭവിക്കുന്നവന്റെ കൂടെ എന്നും ഏത് സാഹചര്യത്തിലും പാർട്ടി നിന്നിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചേട്ടാ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഇവിടെ എത്തിയിരുന്നല്ലോ, സമരപ്പന്തൽ സന്ദർശിക്കുകയും വലിയ രീതിയിൽ ഒരു ഐക്യദാർഢ്യം സമരത്തിന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഈ അഖിൽമാരാരുടെ ഈ ഒരു 2020 പ്രവേശനമൊക്കെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടാകുന്ന ഒരു മുന്നേറ്റം അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അഖിൽമാരാറിനെ പോലെയുള്ള ഒരു സമകാലീന വിഷയത്തിൽ ആധികാരികമായിട്ട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും എപ്പോഴും പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടും വളരെ കേരളത്തിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏറ്റേക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, വികസനം മാത്രം മുന്നിൽ ലക്ഷ്യം കണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും സാബും ജേക്കബിന്റെ കൂടെ തന്നെ കൈകോർത്ത് നിന്ന് മുന്നോട്ട് പോകാൻ, ഈ കേരള ജനതയെ രക്ഷിക്കാൻ, ഈ കേരളത്തിലെ ഒരു സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ പ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അഖിൽമാരാർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ നമസ്കാരം. എന്റെ പേര് ജോൺ എന്നാണ്. 2020 പ്രവർത്തനമോ? 2020 മണ്ഡലം എക്സിക്യൂട്ടീവിലെ ഒരു അംഗമാണ് ഞാൻ. എന്റെ വീട്. ചേട്ടാ എങ്ങനെയുണ്ട് ഈ 2020 പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോ സാധ്യത ഉണ്ടോ? അല്ല, ഇത് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ 2020 കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ 2020 പ്രവർത്തനത്തിന് ഇവിടെ ഒരു ജയസാധ്യത ഉണ്ടെന്ന് വെച്ചാൽ അത് അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്ത് കടന്നു പോകുക എന്നുള്ളതാണ് 2020 എളിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്കും എൻ്റെ കൂടെയുള്ള എല്ലാ അംഗങ്ങൾക്കും തോന്നിയിട്ടുള്ളത്. സമൂഹത്തിന് എന്താണോ സമയങ്ങളിൽ ആവശ്യമായി വരുന്നത് അതിൽ വളരെ നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാവുകയും അതിലൂടെ സമൂഹത്തിന് ഒരു നല്ല ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു എളിയ പ്രവർത്തനം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മാത്രമല്ല, ഇവിടെ എൻ്റെ കൂടെയുള്ള എല്ലാ മണ്ഡല എക്സിക്യൂട്ടീവ്സിൻ്റെ, ഞങ്ങൾ എല്ലാവരും മണ്ഡലത്തിലെ എക്സിക്യൂട്ടീവ്സ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് അത് തന്നെയാണ്. സമകാലീന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കുകയും അതിൽ ഉചിതമായ രീതിയിൽ തന്നെ നിയമപരമായ രീതിയിൽ പറ്റാവുന്ന എല്ലാ രീതിയിലും, പ്രത്യേകിച്ച് ഈ വഖഫായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നം അനുവദിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളിലൂടെയാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി. ഇതിക്ക് മുമ്പ് ഇവിടെ വന്ന് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് 2020 പേര് തന്നെ. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെയാണ് NDAയിലൂടെ 2020 എന്ന് പറയുന്ന ഒരു ചെറിയ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഇവിടെ സമൂഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചേട്ടാ ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് 2020 NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഭാഗമായിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ BJPയുടെ ഭാഗമായതിൻ്റെ ഒരു സമയത്ത്? അല്ല, ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ NDAയിലേക്ക് ഒരു കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് 2020 കടന്നു വരുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ മാനങ്ങൾ ഒത്തിരിയുണ്ട്.
കാരണം വളരെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി ആണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA എന്നുള്ള ഒരു ഇമേജ് കൂടി നമ്മുടെ ഈ 2020 അവർ നമ്മളുടെ അലയൻസിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്കത് ശരിക്കും അത് മനസ്സിലാവുന്നുണ്ട്. കാരണം NDA എന്ന് പറയുന്ന ഒരു ദേശീയ പ്രസ്ഥാനം, അതായത് ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഭരിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ലോകമായ രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആ ഇമേജ്, ഇന്ത്യയുടെ ഇപ്പോഴുള്ള പ്രശസ്തി അത്യുന്നതിലേക്ക് എത്തിക്കാൻ സാധ്യമായ ഒരു പ്രസ്ഥാനം നമ്മുടെ നരേന്ദ്രമോദിജി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് ഒരു NDA എന്ന ഒരു ഘടകകക്ഷിയായിട്ട് കടന്നു വരാൻ 2020 സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് 2020 പ്രവർത്തനവും കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള 2020 ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ, നമ്മളിലൂടെ വന്നിരിക്കുന്ന വ്യതിയാനങ്ങൾ അവർക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ നമ്മളെ അതിലേക്ക് ക്ഷണിച്ചത്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നിട്ടുള്ളത്. കേരളത്തിൽ ഇത്തവണ 2020 ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ്? ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? അല്ല, ഞാൻ അതിനെപ്പറ്റി പറയാനായിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനോ പ്രവചകനോ അല്ല. അത് അൾട്ടിമേറ്റ്ലി അത് തീരുമാനിക്കുന്നത് നമ്മളിവിടുത്തെ ജനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ വളരെ ഉചിതമായ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ വൈപ്പിൻ മണ്ഡലം ഉൾപ്പെടെ ഞങ്ങളിവിടെ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. 1-2 ദിവസം ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പോൾ എറണാകുളത്തും സമീപ മണ്ഡലങ്ങളിലും എല്ലാം ഇപ്പോൾ 2020 അനുകൂലമായ തരംഗം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മളത് വളരെ വ്യക്തമായ വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്ന് എന്ത് വന്നാലും NDA വഴി ഇവിടുത്തെ MLA തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭരണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ചേട്ടാ നമസ്കാരം. ഗോഡ്സൺ എന്നാണ് എൻ്റെ പേര്. ചേട്ടാ ഇപ്പോൾ 2020 എന്താണ് ചുമതല? ഭാരവാഹിയാണ് ഞാൻ. 2020 ഭാരവാഹിയാണ് എന്താ ചുമതല? ഞാൻ. പഞ്ചായത്തിന്റെ ഒരു അസിസ്റ്റന്റ് കോർഡിനേറ്ററാണ്. എങ്ങനെയുണ്ട് ചേട്ടാ പ്രവർത്തനമൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണോ? കുഴപ്പമില്ല, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയുണ്ടോ ഇത്തവണ? പ്രതീക്ഷ നമ്മൾ ജനങ്ങളിലാണ് അർപ്പിക്കുന്നത്, എങ്കിലും നമ്മൾക്ക് കോൺഫിഡന്റ് ഉണ്ട്. ഈ സംസ്ഥാനത്തെ ഈ CPM-ന്റെ ഈ ഒരു ഭരണ സംവിധാനം മാറണമെന്ന് തന്നെയാണോ ആഗ്രഹം? അത് കേരളത്തിലെ CPM-കാർക്ക് പോലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണത്. പിന്നെ നമ്മളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെ ഈ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ചേരുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഈ 2020 എന്ന് പറയുന്ന പാർട്ടി ചേരുന്ന സമയത്ത് BJP-യിൽ പ്രത്യേകിച്ച് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരി വന്നതോടുകൂടി പുള്ളി ഒരു രാഷ്ട്രീയത്തിനെക്കാട്ടി ഉപരി ഒരു വികസനത്തിന് ആണ് മുൻതൂക്കം നൽകുന്നത്. അങ്ങനെയുള്ള ഒരു വികസനത്തിനോട് യോജിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് 2020. അപ്പോൾ കേരളത്തിൽ നല്ലൊരു പുതിയൊരു ഉണർവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ അതുപോലെ വോട്ട് ചെയ്ത് NDA-യുടെ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? ഉണ്ണികൃഷ്ണൻ. 2020 പ്രവർത്തനമാണോ? 2020 പഞ്ചായത്തിന്റെ കോർഡിനേറ്ററാണ്, പള്ളിപ്പുറം പഞ്ചായത്തിന്റെ. എങ്ങനെയാണ് ചേട്ടാ ഇത്തവണത്തെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? സാധ്യതകൾ വൈപ്പിൻ മണ്ഡലം NDA-ക്ക് ഒരു MLA ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആ രീതിയിലുള്ളൊരു കഴിഞ്ഞൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചിരുന്നു. അതെ. എങ്ങനെയായിരുന്നു വോട്ടിംഗ് ശതമാനം? എങ്ങനെയായിരുന്നു അന്ന് 2020 17,000 ചില നോട്ടുണ്ടായിരുന്നു. BJP-ക്ക് 13,000 വോട്ടിന് മേലുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വോട്ടും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 52,000 വോട്ടിന്റെ ഇതിലാണ് CPM-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പോൾ ഇന്ന് അഞ്ഞു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ഡലം കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട് 100%. ചേട്ടാ ഇപ്പോ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഈ BJP-യുടെ ഒരു ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളോടുള്ള സഹകരണം എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ NDA-യുടെ യോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഈ പഞ്ചായത്തിൽ അതായത് BJP-ക്ക് 2 മണ്ഡലം കമ്മിറ്റിയാണ് വൈപ്പിനിലുള്ളത്. ഒന്ന് വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി, ഒന്ന് ചെറായി മണ്ഡലം കമ്മിറ്റി. അപ്പോൾ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റിയുടെ NDA-യുടെ യോഗം കഴിഞ്ഞ് ഇനി അടുത്ത് തന്നെ ഈ ചെറായി മണ്ഡലത്തിൻ്റെ യോഗം കൂടും.